പ്രത്യേകിച്ച് ഒരു പണിയില്ലാണ്ട് വീട്ടിലിരിക്കുമ്പോഴാണ് ഉമ്മിപ്പിയും കൂടി ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളും കൂടെ കയറി. വന്നതിന് ശേഷമാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കി. ഇത്രയും ടൈം അവിടെ എടുക്കും. ഒരു 2-2.5 മണിക്കൂർ നമ്മൾ ആ പാർക്കിങ്ങിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് എടുക്കുകയായിരുന്നു. വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങാൻ വേണ്ടി ഇറങ്ങി. അവിടെ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് തന്നെ ഒരു മാൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ തന്നെ പോകാൻ. ഏതോ ഒരു മാളാണ്, മാളിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ ആ മാളിൽ. സംഭവം വേറെ ഒന്നല്ല, അവിടുത്തെ ഷോപ്പൊന്നും ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ഉള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ജ്യൂസ്, ലേസ് അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ ഓട്സ് കണ്ടപ്പം ഓട്സും കൂടെ എടുത്ത്. ഓട്സ് എന്തിനാന്നുള്ളത് ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ പറയാം. അങ്ങനെ ബില്ലൊക്കെ ആക്കിയിട്ട് നമ്മൾ അവിടെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ടും അവിടുത്തെ കഴിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും പാർക്കിങ്ങിലേക്ക് വന്നിട്ട് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് കഴിക്കായിരുന്നു. അങ്ങനെ നീണ്ട ഒരു 3 മണിക്കൂറിന് ശേഷം ഉപ്പയും വന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ അടുത്ത് തന്നെ ഉമ്മയുടെ അനിയത്തിയുള്ള വീടൊക്കെ. അപ്പോൾ എന്തായാലും അവിടെ കൂടി പോയിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം എൻ്റെ ചെറിയ മേമയുടെ വീട്ടിൽ കണ്ടു പോയിട്ടുണ്ട്. അങ്ങനെ മേമയുടെ വീട്ടിലെത്തിയിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് പിന്നെ മേമ ചായ ഒക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് പൊറാട്ടയും പത്തിരിയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ നേരെ അടുത്ത മേമയുടെ വീട്ടിലേക്കാണ് പോയത്. എൻ്റെ ഉമ്മക്ക് കുറേ സിസ്റ്റേഴ്സൊന്നും ഇല്ല, 2 ആളേ ഉള്ളൂ. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒരാൾക്ക് നമ്മൾ കണ്ടപ്പോൾ ഭയങ്കര നാണാണ്. ഉമ്മയുടെ വീട്ടിൽ ഞങ്ങൾ 2 ആളുമാണ് പെൺകുട്ടികളായിട്ട്. സംഭവം വളരെ ചെറുതാണെങ്കിലും എൻ്റെ അതേ വൈബ് തന്നെയാണ്. ഞാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ഓൾക്കും ചെയ്യും. അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നമ്മൾ നേരെ പോയത് മാമയുടെ വീട്ടിലേക്കാണ്. ഞാൻ കുറച്ച് മുന്നിട്ട ഷോർട്സിൽ ഉപ്പാട് സിസ്റ്റേഴ്സിൻ്റെ വീട്ടിലേക്ക് പോകണത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് നമുക്കൊരു മാമയുടെ വീട്ടിൽ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നേരെ അവിടേക്കാണ് പോയത്. പിന്നെ എവിടെ പോയാലും ചായ കുടിക്കാണ്ട് വിടൂല, അതുകൊണ്ട് പിന്നെ എല്ലായിടത്തും ചായ കുടിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും പോയി തിരിച്ചു വരുമ്പോഴേക്ക് അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. ഹോസ്പിറ്റലിലേക്കായിട്ട് ഇറങ്ങി ഞങ്ങൾ അങ്ങനെ എല്ലായിടത്തും പോയിട്ടാണ് വീട്ടിൽ. എന്തായാലും ലേറ്റായി. അപ്പോൾ പിന്നെ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മുഫീദേ കയറിയിട്ട് മന്തിയും അതുപോലെ ബട്ടർ നാന, കുബൂസ് അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായി. മന്തി പിന്നെ ഞാൻ പറയണ്ടല്ലോ ആർക്കാന്നുള്ളത്. എനിക്ക് പിന്നെ മന്തി എങ്ങനെയൊക്കെ ആക്കി തന്നാലും ഞാൻ കഴിക്കും. ഇപ്പം നിങ്ങൾ ഈ കണ്ടത് മന്തി കഴിച്ചിട്ടുള്ള ഓവർ എക്സ്പ്രഷൻ. പിന്നെ ലാസ്റ്റ് ഒരു ലൈമ് മസ്റ്റാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനിയിപ്പോൾ എവിടെയും പോകാനില്ലാത്തതുകൊണ്ട് തന്നെ നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ, ബൈ.